ഒന്നര പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൽ UDFന്റെ ബെസ്റ്റ് കേസ് സെനാരിയോ ആണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങളാണ് പോൾ പൊസിഷനിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ചർച്ചകൾ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വരികയാണ്. സ്ഥാനാർത്ഥിമാർ വരാതിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ, പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 4 കൊല്ലവും പ്രതിപക്ഷ പാർട്ടി പ്രസിഡന്റായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ പാർട്ടിയെ പരിഹസിക്കുകയാണ്. നമ്മളെയൊക്കെ ആര് ചർച്ചയ്ക്ക് വിളിക്കാനാണെന്നൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന അവസ്ഥയിലേക്ക് ഇതൊക്കെ പാർട്ടി പ്രവർത്തകരുടെ മൊറലിനെ ബാധിക്കുന്നുണ്ട്, പാർട്ടിയെ അപഹാസ്യമാക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ. ഇങ്ങനെ ഒരു തളികയിലെന്ന വണ്ണം അവസരം കിട്ടുന്ന സമയത്ത് പോലും അതിനെ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ്? നോക്കൂ, അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോൺഗ്രസ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, അത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യവും. വലിയൊരു വിശാലമായ ജനാധിപത്യ സ്വഭാവം അതിനുണ്ട്. എതിരഭിപ്രായം വെളിയിൽ പറയാം, പാർട്ടിക്കുള്ളിൽ പറയാം. അത് പറഞ്ഞതിൻ്റെ പേരിൽ നാളെ രാവിലെ ആരും ഈ പറയുന്ന വാളെടുത്തുകൊണ്ട് ഇറങ്ങില്ല. 51 വെട്ടാൻ വേണ്ടി മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടി വിടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിൻ്റെ. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞാൻ അടിവരയിടുന്നു. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും പാർട്ടിക്കുണ്ട്. അത് തിരുത്തേണ്ട സമയത്ത് ലീഡർഷിപ്പ് തിരുത്തുക തന്നെ വേണം എന്ന നിലപാടാണ് എനിക്കുള്ളത്. അത് തിരുത്തുകയും ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, KK ശൈലജയെ പേരാവൂരിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. നോക്കൂ, 2006 ആരാണ് പേരാവൂർ MLA? 2006 KK ശൈലജയാണ് MLA. എങ്ങനെയാണ് 2011 അവിടെ സണ്ണി ജോസഫ് ജയിക്കുന്നത്? സണ്ണി ജോസഫ് അവിടെ ജയിക്കുന്നത് സിറ്റിംഗ് MLA ആയ KK ശൈലജയെ തോപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് KK ശൈലജ എന്തോ വലിയ പുലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ശരിയല്ല. KK ശൈലജ എന്ന സിറ്റിംഗ് MLA അവിടെ പരാജയപ്പെടുത്തിയ ആളാണ് KPCCയുടെ പ്രസിഡന്റ്. 2, KK ശൈലജയ്ക്ക് അന്നുണ്ടായിരുന്ന, അതായത് കോവിഡ് സമയത്തുണ്ടായിരുന്ന ഡിമാൻഡൊന്നും അല്ലെങ്കിൽ ആ ഒരു പ്രഭയൊന്നും ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് CNTG റിപ്പോർട്ട് പുറത്തു വരുന്നത്, വിജിലൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആയതുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ സമയത്ത് വലിയ കൊള്ളയാണ് നടന്നതെന്നും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് KK ശൈലജയെന്നും വളരെ കൃത്യമായി ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിതാ പിണറായി വിജയൻ കൊള്ളില്ലെങ്കിലും എന്താ, KK ശൈലജ കൊള്ളാലോ എന്ന കണക്കിനുള്ള പ്രചരണം നടത്തണ്ട. അത് ജനം ഏറ്റെടുക്കില്ല. അതായത് സിറ്റിംഗ് MLA ആയ KK ശൈലജ പേരാവൂരിൽ തോൽപ്പിച്ചത് സണ്ണി ജോസഫാണ്. ആ സണ്ണി ജോസഫിനെതിരെ വീണ്ടും KK ശൈലജയെ പേരാവൂരിലേക്ക് പറഞ്ഞിരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർ നിലവിളിച്ചത് കൊണ്ടാണ്. 2006 പേരാവൂരും വ്യത്യാസമുണ്ട്. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള പേരാവൂരിലാണ് ശൈലജ തോറ്റത്. മണ്ഡല പുനർനിർണയത്തിന് മുമ്പുള്ള പേരാവൂരിലാണ് ശൈലജ സണ്ണി ജോസഫിനെ തോൽപ്പിച്ചത്. വ്യത്യാസമുണ്ട് മണ്ഡലം. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ 3 തവണയായി മണ്ഡല പുനർനിർണയത്തിന് ശേഷം കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിലാണ് ഇപ്പോൾ KK ശൈലജ മത്സരിക്കുന്നതും. അത് വസ്തുതയാണ്. ഒരു കാര്യം ഞാൻ അഭിലാഷിനോട് ചോദിക്കട്ടെ, മണ്ഡല പുനർനിർണയത്തിന് ശേഷം KK ശൈലജ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ട്. ആരോടാ പരാജയപ്പെട്ടത്? സണ്ണി ജോസഫിനോട്. അല്ലല്ല, നിക്ക്, അതിന് ഉത്തരം പറയാം. സണ്ണി ജോസഫിനോടാണ് പരാജയപ്പെട്ടത്. അതായത് ഇപ്പോഴവിടെയുള്ള വോട്ടേഴ്സിൻ്റെ ഏതാണ്ട് 70% മിനിമം 70% വരുന്ന മുൻ വോട്ടേഴ്സ്, ആ വോട്ടേഴ്സ് വോട്ട് ചെയ്ത് അവിടെ KK ശൈലജ വേണ്ടെന്ന് തീരുമാനിച്ചാണ്. അതേ പേരാവൂരിലേക്ക് അവർ പരാജയപ്പെട്ട അതേ പേരാവൂരിലോട്ട്, അണുവിട വ്യത്യാസമില്ലാത്ത അതേ പേരാവൂരിലേക്ക് അവരെ പറഞ്ഞു വിടുന്നത് CPM അവരെ ബലിയാടാക്കുകയാണ്. അത് പാർട്ടിക്കുള്ളിലുള്ളവർക്കറിയാം, അവർക്കും അറിയാം. ഇനി അതിൽ കൂടുതൽ ഞാൻ അതിൽ വർത്തമാനം പറയുന്നില്ല. 2, ഇപ്പോൾ അരുൺകുമാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ, ഞങ്ങൾ 4:30 ഞങ്ങളുടെ പട്ടിക വന്നു, 5:30 CPI പ്രഖ്യാപിച്ചു, 6:30 ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, 7:30 ഞങ്ങളുടെ റോഡ് ഷോ നടന്നു, 8:30 സ്ഥാനാർത്ഥി കൈപൊക്കി കാണിച്ചു, 9:30 സ്ഥാനാർത്ഥിയെ തിരിച്ച് റോട്ടിൽ നിന്നവർ കൈപൊക്കി കാണിച്ചു. അരുൺകുമാർ ഈ കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് അങ്ങിരിക്കണം. ഈ റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് രാവിലെ 8:30 ഈ ബാലറ്റ് പെട്ടി എടുത്തു വെക്കും മേശപ്പുറത്ത്. ഒരു 8:45 അത് പൊട്ടിക്കും. ഒരു 9 മണിയാകുമ്പോൾ എണ്ണി തുടങ്ങും. 10 മണിയാകുമ്പോൾ നിങ്ങളുടെ സർക്കാരിന് ഇറങ്ങിപ്പോകാം. അങ്ങ് ഈ പറഞ്ഞ ടൈം ക്രോണോളജി ഉണ്ടോ, അതേപോലെ തന്നെ അങ്ങ് വൈകുന്നേരം ചർച്ചകളിലേക്ക് മറ്റതിന്റെ തുടർച്ചയിലേക്ക് വരാം. ഇപ്പോൾ ഇടവേള.